ഹലോ ഫ്രണ്ട്സ്, ഭൂമിയിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളിൽ പെട്ടതാണ് ദ്വീപുകൾ. ദ്വീപുകൾക്കടിയിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകളും ഏറെ ഭംഗിയുള്ളതാണ്. ഇത്തരം ദ്വീപുകളിലേക്ക് പോകാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാവുമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ 10 ദ്വീപുകളെക്കുറിച്ചാണ്. എല്ലാവർക്കും MA ക്രിയേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്പർ 10, വിറ്റ്സാൻഡെ ഐലൻഡ്സ്. ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിൻ്റെ സെൻട്രൽ തീരത്തുള്ള വ്യത്യസ്ത വലുപ്പത്തിലുള്ള 74 ദ്വീപുകളുടെ കൂട്ടമാണ് വിറ്റ്സാൻഡെ ഐലൻഡ്സ്. ഹാമിൽട്ടൺ ആണ് ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദ്വീപ്. ഈ ദ്വീപുകളുടെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 282.82 കിലോമീറ്റർ സ്ക്വയർ ആണ്. ഇവിടുത്തെ ജനസാന്ദ്രത എന്ന് പറയുന്നത് 35,500 ആണ്. നമ്പർ 9, ഫിജി. ഫിജി എന്ന ദ്വീപ് നിങ്ങൾ പല ഹോളിവുഡ് ചിത്രങ്ങളിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. സൗത്ത് പസഫിക് ഓഷ്യനിൽ സ്ഥിതി ചെയ്യുന്ന 330-ലേറെ ദ്വീപുകൾ കൂടിച്ചേർന്ന ഒരു ദ്വീപ് സമൂഹമാണ് ഫിജി. മമാനുക്കസ് ദ്വീപാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭംഗി കൂടിയതുമായ ദ്വീപ്. ഫിജിയിലെ ആകെ വിസ്തീർണം 18,274 കിലോമീറ്റർ സ്ക്വയർ ആണ്. ഇവിടുത്തെ ജനസാന്ദ്രത എന്ന് പറയുന്നത് ഏകദേശം 8,96,445 ആണ്. നമ്പർ 8, ഡാൽമേഷ്യൻ ഐലൻഡ്സ്. ക്രൊയേഷ്യയുടെ തീരത്തുള്ള അഡ്രിയാറ്റിക് കടലിലുള്ള ഒരു ദ്വീപ് സമൂഹമാണ് ഡാൽമേഷ്യൻ ഐലൻഡ്സ്. മനോഹരമായ ഗ്രാമങ്ങളും ബോട്ടിക് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഈ ദ്വീപുകളിൽ അടങ്ങിയിരിക്കുന്നു. 79 ദ്വീപുകൾ അടങ്ങിയ ഒരു ദ്വീപ് സമൂഹമാണ് ഡാൽമേഷ്യൻ ഐലൻഡ്സ്. ഈ ദ്വീപുകളുടെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 12,158 കിലോമീറ്റർ സ്ക്വയറും ജനസാന്ദ്രത എന്ന് പറയുന്നത് 8.5 ലക്ഷവുമാണ്. നമ്പർ 7, ബാലി. ഇന്തോനേഷ്യൻ ദ്വീപ് സമൂഹത്തിലെ ഏറ്റവും പ്രശസ്തമായ ദ്വീപാണ് ബാലി. ആദ്യത്തെ മര്യാദക്ക് പേരുകേട്ട പുരാതന സംസ്കാരത്തിൻ്റെ ദ്വീപ് കൂടിയാണ് ബാലി. നുസ പെനിഡയാണ് ഈ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ദ്വീപ്. 1,780 കിലോമീറ്റർ സ്ക്വയറാണ് ബാലിയുടെ ആകെ വിസ്തീർണം. ഇവിടുത്തെ ജനസാന്ദ്രത എന്ന് പറയുന്നത് 6,82,065 ആണ്. 1949 ഡിസംബർ 29 ബാലി റിപ്പബ്ലിക് ആയത്. നമ്പർ 6, കുക്ക് ഐലൻഡ്സ്. ഫ്രഞ്ച് പൊളിനേഷ്യക്കും സമോവക്കും ഇടയിലാണെങ്കിലും ന്യൂസിലൻഡുമായി ശക്തമായ ബന്ധമുള്ള ഈ ദ്വീപ് സമൂഹത്തിലെ 15 ദ്വീപുകളും സൗത്ത് പസഫിക്കിലെ ഏറ്റവും മനോഹരമായ ദ്വീപുകളിൽ ഒന്നാണ്. ററോട്ടോങ്കയാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദ്വീപ്. ഈ ദ്വീപ് സമൂഹത്തിലെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 236.7 കിലോമീറ്റർ സ്ക്വയർ ആണ്. ഇവിടുത്തെ ജനസാന്ദ്രത എന്ന് പറയുന്നത് 17,571 ആണ്. നമ്പർ 5, സാന്റോറിനി. കടൽ നിറഞ്ഞ കാൽഡറയെ ചുറ്റിപ്പറ്റിയുള്ള അതിമനോഹരമായ ദ്വീപാണ് ഗ്രീസിലെ സാന്റോറിനി. ബ്ലീച്ച് ചെയ്ത വൈറ്റ് വില്ലകൾ അഗ്നിപർവ്വത പാറകളിൽ നിന്ന് താഴേക്ക് നിർമ്മിച്ചിരിക്കുന്നു. ഗ്രീസിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് സാന്റോറിനി. 76.19 കിലോമീറ്റർ സ്ക്വയറാണ് ഈ ദ്വീപിൻ്റെ ആകെ വിസ്തീർണം. ഈ ദ്വീപിൻ്റെ ജനസാന്ദ്രത എന്ന് പറയുന്നത് 15,500 ആണ്. നമ്പർ 4, സീഷെൽസ്. സുന്ദരവും ചിത്രങ്ങൾക്ക് അനുയോജ്യവുമായ ഒരു ദ്വീപ് സമൂഹമാണ് സീഷെൽസ്. കെനിയയുടെ കിഴക്ക് 115 പവിഴ ദ്വീപുകളുള്ള ഈ ദ്വീപ് സമൂഹം ഏറെ ആകർഷകമാണ്. മഹയാണ് സീഷെൽസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദ്വീപ്. 458.4 കിലോമീറ്റർ സ്ക്വയറാണ് ഇവിടുത്തെ ആകെ വിസ്തീർണം. 98,347 ആണ് ഇവിടുത്തെ ആകെ ജനസാന്ദ്രത. നമ്പർ 3, പലവാൻ. ഫിലിപ്പൈൻസിലെ ഒരു മനോഹരമായ ദ്വീപ് സമൂഹമാണ് പലവാൻ. ഈ ദ്വീപ് സമൂഹം തെക്ക് പടിഞ്ഞാറ് ബോർണിയോ വരെ നീണ്ടുകിടക്കുന്നു. 1,780 ദ്വീപുകൾ ചേർന്നതാണ് ഫിലിപ്പൈൻസിലെ ഈ പലവാൻ. 14,650 കിലോമീറ്റർ സ്ക്വയറാണ് പലവാൻ്റെ ആകെ വിസ്തീർണം. ഇവിടുത്തെ ജനസാന്ദ്രത എന്ന് പറയുന്നത് 1,61,912 ആണ്. നമ്പർ 2, ബോറബോറ. ഫ്രഞ്ച് പൊളിനേഷ്യയിലെ ഭീമാകാരമായ ആകൃതിയിലുള്ള ഒരു അഗ്നിപർവ്വത ദ്വീപാണ് ബോറബോറ. ഈ ദ്വീപിനെ അതിമനോഹരമാക്കുന്നത് ഇവിടുത്തെ തടാകം തന്നെയാണ്. ഈ ദ്വീപിൻ്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 30.55 കിലോമീറ്റർ സ്ക്വയർ ആണ്. 10,605 ആണ് ഇവിടുത്തെ ജനസാന്ദ്രത. നമ്പർ 1, മാൽദീവ്സ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള ദ്വീപുകൾ ഉൾപ്പെട്ടതാണ് മാൽദീവ്സ്. ഇവിടുത്തെ വെളുത്ത തീരങ്ങളിൽ ക്രിസ്റ്റൽ ക്ലാരിറ്റി ലാപ്പുള്ള തിളങ്ങുന്ന അക്വാലൈറ്റ് ജലമാണുള്ളത്. 26 നാച്ചുറൽ അറ്റോളുകൾ അടങ്ങിയ മാൽദീവ്സ് ഗ്രഹത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ്. 300 കിലോമീറ്റർ സ്ക്വയറാണ് മാൽദീവ്സിൻ്റെ ആകെ വിസ്തീർണം.
ഇവിടുത്തെ ജനസാന്ദ്രത എന്ന് പറയുന്നത് 5,40,544 ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.